മുളക് ചമ്മന്തി ഉണ്ടാക്കാത്ത വീട്ടമ്മമാർ കാണില്ലല്ലോ. ഇതൊരു വെറൈറ്റി മുളക് ചമ്മന്തിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ മുളക് ചമ്മന്തി ഇതുപോലെ ഒന്ന് അരച്ച് നോക്കണം. മുളക് വെന്തരച്ച ചമ്മന്തി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഇതിനൊരു 10-25 മുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇനി നിങ്ങൾക്ക് തീരെ എരിവ് കുറച്ച് മതിയെങ്കിൽ മുഴുവനും കാശ്മീരി മുളക് പൊടി എടുക്കാം. ഇപ്പം ഇനി അങ്ങനെയല്ല, കാശ്മീരി മുളക് നിങ്ങളുടെ ഇല്ലെങ്കിൽ ഈ മുളകിൻ്റെ അരി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ 15 എണ്ണത്തിൻ്റെ അരി കളഞ്ഞാണ് എടുക്കുന്നത്. 2 കൈ എൻ്റെ കൈക്ക് 2 കൈ ചെറിയ ഉള്ളി, 1 തുടം വെളുത്തുള്ളി. ഇത് രണ്ടും നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം വാളംപുളി, ഒരു നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, നല്ലെണ്ണ. ഞാനിപ്പം ഇതിൻ്റെ 15 എണ്ണം മുറിച്ച് അതിൻ്റെ അരി മാറ്റിയിട്ടാണ് എടുക്കുന്നത്. നല്ലവണ്ണം എരിവ് വേണ്ടിയവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഇത് അരിയാണല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതൽ എരിവ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു 15 എണ്ണത്തിൻ്റെ അരി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ മുളകൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ ആ വാളംപുളിയും കൂടെ ചേർക്കണം. ഇത് രണ്ടും കൂടെ കിടന്ന് ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം കുതിർന്ന് വരാനായിട്ട്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചുമന്നുള്ളി നല്ല നൈസായിട്ട് അരിയണം, തീരെ കനം കുറച്ച്. വെളുത്തുള്ളി അങ്ങനെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. വെള്ളത്തിന് ചൂടാറിയിട്ടുണ്ട്, മുളകൊന്ന് കുതിർന്നും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ മുളകും പുളിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇപ്പോൾ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഇപ്പോൾ ഈ മുളകും പുളിയും കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂത്ത് വരണം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി. ചുമന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ചേറെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ വളരെ നല്ലതാണ്. അന്നേരം അങ്ങനെ കൊടുത്തുവിടാനാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ചേർക്കണം. ഇപ്പം നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് നല്ലെണ്ണ ചേർത്തത്. നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ ഇതൊരു 3-4 ആഴ്ച വരെ പുറത്ത് തന്നെ ഇരുന്നോളൂ. അതുകൊണ്ടാണ് എണ്ണ നല്ലോണം ഇട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതുകൊണ്ട് ഇതുപോലെ മുരിഞ്ഞ് വരണം, കരിയാതെ മുരിഞ്ഞ് കിട്ടണം. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മുളകും പുളിയും കൂടെയുള്ള കൂട്ട് ഇതിലേക്ക് ചേർക്കണം.
ഇപ്പം മുളക് അരച്ചത് മുഴുവൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മുളക് കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, പുളി മുളകും കൂടെ കുതിർത്ത വെള്ളം അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് ജാറിൽ ഒഴിച്ച് ജാർ നന്നായിട്ടൊന്ന് കഴുകി ഇത് ഇത്രയും വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ മുളകൊന്ന് കുതിർന്നതല്ലേ ഉള്ളൂ, മുളകൊന്ന് വെന്ത് കിട്ടണം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് തന്നെ ആ മുളകൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, അത് കഴിഞ്ഞൊന്ന് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഈ വെള്ളം മുഴുവൻ വറ്റി എണ്ണ തെളിഞ്ഞു വരണം. അതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതും കരിഞ്ഞു പോകരുത്. ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, അല്പം ഉപ്പും കൂടെ വേണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർക്കണം. അത് ഇതിൻ്റെ അകത്ത് കിടന്ന് അലുത്ത് വന്നോളൂ. ഇങ്ങനെ ഈ ശർക്കര ചേർക്കുന്നത് അതിൻ്റെ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചോറിന് തന്നെയല്ല, ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയതാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെയും ഇത് കൂട്ടാം. ഇതുകൊണ്ട് വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, അടി പിടിക്കരുത്. കരി വരുമ്പോഴത്തേക്കും അതിന് ടേസ്റ്റ് മാറിപ്പോകും. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, പാത്രത്തിൻ്റെ അടി കണ്ടോ. ഇതിപ്പോൾ എണ്ണയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെന്തരച്ച മുളക് ചമ്മന്തി റെഡിയായി. നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത്തരം ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.